ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കല്ലുമോളുടെ കരച്ചിൽ നിർത്താനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട് തുളസി ചേട്ടൻ. അങ്ങനെ ഒരു തരത്തിലും കല്ലുമോൾ കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ ആദ്യമായി തുളസി ചേട്ടൻ കല്ലുമോളെ എടുക്കുകയാണ്. അങ്ങനെ കല്ലുമോളെയും കൊണ്ട് റോഡിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഫിലോമിനയുടെ അനിയൻ തുളസി ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് മഴ പെയ്യുമോ? അതെന്താണ് നീ എന്നെ ഒന്ന് കളിയാക്കിയതുപോലെ എന്ന് പറയുമ്പോൾ, അല്ല കല്ലുമോളെ ചേട്ടൻ എടുക്കാറില്ലല്ലോ, ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എടുത്ത് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചോദിച്ചെന്നും പറയുന്നു. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ വല്ല മാർഗമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടാ അതിൻ്റെ കരച്ചിൽ നിർത്താനായിട്ട് വല്ല കളിപ്പാട്ടങ്ങളും വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് തുളസി ചേട്ടനും അയാളും കൂടെ കടയിലേക്ക് പോകുന്നുണ്ട്. അതേസമയം പ്രസന്നയും മീനാക്ഷിയും അവിടെ ഓട്ടോയിൽ വന്നിറങ്ങുന്നു. ഇവരെ കണ്ട് ഫിലോമിനയും സീതാമ്മയൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. എന്തായി എന്നെല്ലാം അന്വേഷിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പൊട്ടലുണ്ടെന്ന് മാത്രം, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയം മീനാക്ഷി ഫിലോമിനോട് ചോദിക്കുന്നുണ്ട്, കല്ലുമോൾ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫിലോമിന പറയുന്നത്, കല്ലുമോളെ ഞാൻ തുളസി ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്നു മീനാക്ഷി ആകെ ഭയക്കുന്നു. അച്ഛൻ്റെ കയ്യിൽ എന്തിനാ കുഞ്ഞിനെ കൊടുത്ത്? അച്ഛൻ അല്ലെങ്കിൽ തന്നെ കല്ലുമോൾ ഇഷ്ടമല്ല എന്നറിയില്ലേ? അങ്ങനെ പ്രസന്നയും മീനാക്ഷിയും കല്ലുമോളെ അച്ഛ എന്നെല്ലാം വിളിച്ച് വീടിന് ചുറ്റും പരിസരത്തെല്ലാം നോക്കുന്നുണ്ട്. ആ സമയം ആ കാഴ്ച കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്. തുളസി ചേട്ടൻ കുഞ്ഞിനെയും എടുത്ത് ഒരുപാട് കളിപ്പാട്ടങ്ങളും വാങ്ങിച്ച് ആ കുഞ്ഞിനെ കൊഞ്ചിച്ചും ഉമ്മ വെച്ചെല്ലാം വരുന്നത് കാണുമ്പോൾ മീനാക്ഷിക്ക് വളരെയേറെ സന്തോഷവുമാണ്. തുളസി ചേട്ടൻ പറയുന്നുണ്ട്, കുഞ്ഞിനോട് ആരിതെല്ലാം വാങ്ങിച്ചു തന്നേന്ന് ചോദിച്ചാൽ അച്ചച്ചൻ വാങ്ങിച്ചു തന്നാന്ന് എല്ലാവരോടും പറയണം എന്നെല്ലാം പറയുന്നത് കേട്ട് മീനാക്ഷി പൊട്ടിക്കരയാണ്. പിന്നെ മീനാക്ഷി ആണെങ്കിൽ പഠിപ്പുമായി മുന്നോട്ട് പോവുകയാണ്. മീനാക്ഷി പഠിക്കുന്ന സമയം കുഞ്ഞിനെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും കൊണ്ടു നടക്കുന്നതെല്ലാം തുളസി ചേട്ടനാണ്. അങ്ങനെ വളരെയേറെ അടുക്കുകയാണ് കല്ലുമോളായിട്ട് തുളസി ചേട്ടൻ. അങ്ങനെ കല്ലുമോള് വളർന്ന് വലുതായി ഒരു 2 വയസ്സൊക്കെ ആവാണ്. അങ്ങനെ തുളസി ചേട്ടൻ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കല്ലുമോളയും കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെയാണ് നമ്മൾ വീട് വയ്ക്കാൻ പോകുന്നത്, അച്ഛൻ്റെ മുത്തശ്ശൻ്റെ മോളായിരിക്കണം തറക്കല്ലിടേണ്ടതെന്നെല്ലാം പറയുന്നു. അങ്ങനെ കല്ലുമോളാണെങ്കിൽ തുളസി ചേട്ടൻ ജീവനായി മാറുകയാണ്. പിന്നീട് തുളസി ചേട്ടൻ പ്രസന്നയെയും മീനാക്ഷിയും ഒരു പ്ലാൻ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഈ പ്ലാൻ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഇത് നോക്കിയിട്ട് ഞങ്ങൾ എന്ത് പറയാനാന്ന് പറയുമ്പോൾ, ഇത് വേറൊന്നുമല്ല, നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന പ്ലാനാണെന്ന് പറയുമ്പോൾ, ഇത്രയും വലിയ വീടാണോ നമ്മൾ വയ്ക്കുന്നത് എന്ന് പ്രസന്ന ചോദിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ വാടക വീട്ടിൽ താമസിച്ചാൽ മതിയോ എന്ന് തുളസിയും ചോദിക്കുന്നു. എന്നാലും ഇത്രയും വലിയ വീടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, നമ്മൾ വീട് വെക്കുമ്പോൾ നല്ല വീട് തന്നെ പണിയണം. കല്ലുമോള് വന്നേ പിന്നെ നമുക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവൾ വന്നേ പിന്നെ കൈ നിറയെ പണമാണ്, എന്ത് തൊട്ടാലും എവിടെ തൊട്ടാലും പണമാണ്, അതുകൊണ്ട് നല്ല വീട് തന്നെ വെക്കണമെന്നും തുളസി പറയാണ്. അതേസമയം പ്രസന്ന പറയുന്നുണ്ട്, അതെ, 2 പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനുള്ളത്, അതുകൊണ്ട് അതിൻ്റെ രീതിക്ക് മതി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് നീ എന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എനിക്കറിയില്ല എൻ്റെ മക്കളുടെ കാര്യം എന്ന് പറഞ്ഞ് തുളസി ചേട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഫിലോമിനിയാണെങ്കിൽ പ്രസന്നയ്ക്ക് എന്താ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ആ സമയം തുളസി ചേട്ടൻ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ആ സമയം ഫിലോമിന തുളസി ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി ഇങ്ങനെ വിട്ടാൽ മതിയോ, അവളൊരു കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ? അപ്പോൾ തുളസി പറയുന്നു, വേണമല്ലോ, ഒരു കല്യാണ ആലോചന വന്നത്, പക്ഷെ അത് തട്ടിപ്പോയി, അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാണ് തുളസി ചേട്ടൻ. ഫിലോമിന പറയുന്നുണ്ട്, ഞാൻ ബ്രോക്കറൊന്നുമല്ല, പക്ഷേ എനിക്ക് പരിചയമുള്ള നല്ലൊരു പയ്യനുണ്ട്, അങ്ങനെയാണെങ്കിൽ മീനാക്ഷിക്ക് ആ ആലോചന കൊണ്ടുവരാൻ തുളസി ചേട്ടൻ പറയുമ്പോൾ, വീടും പരിസരവും പുരയിടവും ഒക്കെ തന്നെയുണ്ട്, ബിസിനസ് അല്ല ജോലിയാണ്, പിന്നെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, 2ാം ഘട്ടമാണെന്ന് മാത്രം. ഇത് കേൾക്കുമ്പോൾ തുളസി ഒന്ന് മുഖം ചൊളിക്കുന്നു. 2ാം ഘട്ടോ എന്ന് ചോദിക്കുകയാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം തുളസി ചേട്ടൻ പറയുന്നു, എന്തായാലും നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പതിവ് പോലെ തന്നെ മീനാക്ഷി മഞ്ജിമയെ ഫോണിൽ വിളിച്ച് പഠന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ ചോദിച്ചറിയുന്നുണ്ട്. നിന്റെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം മീനാക്ഷി ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു പോയി ചേച്ചി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട് മഞ്ജിമ ചോദിക്കുന്നത്, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാനിപ്പോൾ ഒരു 2-3 ഹൈസ്കൂൾ ടീച്ചേഴ്സ് വേക്കൻസിക്ക് കൊടുത്തിട്ടുണ്ട്, കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ജിമയാണെങ്കിൽ സുനിലിനെ കുറിച്ച് പറയുന്നു. സുനിലിൻ്റെ വീട്ടിൽ പ്രശ്നമായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി എനിക്ക് വേണ്ടി അച്ഛനോടൊന്ന് സംസാരിക്കണമെന്നെല്ലാം പറയുന്നു. മീനാക്ഷി സംസാരിക്കാമെന്നും പറയുകയാണ്. അതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.